എനിക്കും പറന്നുയരണം പക്ഷികളെ പോലെ. ആകാശത്തേക്ക് നോക്കി ആ കൊച്ചുമിടുക്കി വളരെ ആഹ്ലാദത്തോടു കൂടി പറഞ്ഞു. ഇത് കേട്ട അച്ഛൻ മോളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു, സ്വപ്നങ്ങൾ നിറവേറ്റാൻ നീ പഠിക്കണം, കഠിനമായി പ്രയത്നിക്കണം. അച്ഛൻ്റെ ഈ വാക്കുകൾ അവളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ വളരെ ആഴത്തിൽ കൊണ്ടു. അവളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ അക്ഷരങ്ങൾ 1983 അമേരിക്കയിലെ നിഡ്ഹാം സ്കൂളിൽ തുടക്കം കുറിച്ചു. ഒരു ദിവസം അവരുടെ അധ്യാപിക ചോദിച്ചു, കുട്ടികളെ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന്. നമ്മുടെ കൊച്ചുമിടുക്കി വളരെ ധൈര്യത്തോടു കൂടെ പറഞ്ഞു, എനിക്ക് ആകാശത്തേക്ക് പറന്നുയരണം, എന്നിട്ട് നക്ഷത്രങ്ങളെ പോലെ തിളങ്ങണം. ഇത് കേട്ടതും അവളുടെ സഹപാഠികളെല്ലാം പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. പക്ഷേ ആർക്കും അറിഞ്ഞിരുന്നില്ല അവളുടെ ആ സ്വപ്നം അത് വലിയ സ്വപ്നം തന്നെയായിരുന്നു. അവൾ ആ സ്വപ്നത്തിന് വേണ്ടി പോരാടാൻ തുടങ്ങി. 1987 അമേരിക്കയിലെ നേവൽ അക്കാദമിയിൽ ഫിസിക്കൽ സയൻസ് ബിരുദം പോരാടി വിജയിച്ചപ്പോൾ നാട്ടുകാരും കൂട്ടുകാരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇതൊന്നും ഒരു പെൺകുട്ടിക്ക് പറഞ്ഞതല്ല, ഇതിനെല്ലാം കൂടുതൽ കരുത്തും ഊർജവും വേണം. അവൾ അതൊന്നും ചെവികൊണ്ടില്ല. അച്ഛൻ്റെ വാക്കുകൾ, അമ്മയുടെ പ്രോത്സാഹനം, അതുമാത്രം മതി. ഇത് മനസ്സിൽ ഉറപ്പിച്ച് കഠിനമായി മുന്നോട്ട് പ്രയത്നിച്ചു. പിന്നീട് അവൾ 1989 നേവൽ ഏവിയേറ്ററായി. ആയിരത്തി 1992 മിയാമി ഫ്ലോറിഡയിൽ ചുഴലിക്കാറ്റിൻ്റെ രക്ഷാപ്രവർത്തനത്തിൽ റിക്കവറിക്ക് വേണ്ടി H-46 ഹെലികോപ്റ്ററുമായി അവളും ഉണ്ടായിരുന്നു. നാവൽ ടെസ്റ്റ് പൈലറ്റ് സ്കൂളിൽ 1993 വീണ്ടും പഠനം തുടർന്നു. പഠനം പൂർത്തിയായതിനു ശേഷം ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി റോട്ടറി വിംഗ് എയർക്രാഫ്റ്റ് H-46 ടെസ്റ്റ് ഡയറക്ടറായി. അങ്ങനെ കഠിന പരിശ്രമങ്ങൾക്ക് ശേഷം 1995 അവൾ പഠിച്ച അതേ നാവൽ ടെസ്റ്റ് പൈലറ്റ് സ്കൂളിൽ തിരിച്ചെത്തുകയാണ്. ഇപ്രാവശ്യത്തെ വരവാകട്ടെ പഠിക്കാനല്ല, പലതും പഠിപ്പിക്കാനുള്ള വരവായിരുന്നു. റോട്ടറി വിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻസ്ട്രക്ടർ ഓഫീസറായിട്ടാണ് ജോയിൻ ചെയ്തത്. ഈ സമയത്തായിരുന്നു അമേരിക്കൻ ആർമി ഹെലികോപ്റ്റേഴ്സ് ആയിട്ടുള്ള UH-60, OH-6, OH-88 അവൾ വളരെ ആവേശത്തോടുകൂടി പറത്തിയത്. പിന്നീടുള്ള ഓരോ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും അവളുടെ ദിവസങ്ങളായി മാറി. 1998 USS സൈപാൻ എയർക്രാഫ്റ്റ് ഹാൻഡ്ലറായി. പിന്നീടാകട്ടെ അസിസ്റ്റന്റ് എയർബോസായി. ഈ സമയത്തായിരുന്നു അവൾ പോലും അറിയാതെ അവളുടെ നക്ഷത്രത്തെ പോലെ തിളങ്ങാനുള്ള ആ ആഗ്രഹം അവളെ തേടിയെത്തുന്നത്. നാസ സെലക്ടഡ് സുനിത വില്യംസ് ഫോർ ആസ്ട്രോണറ്റ് പ്രോഗ്രാം. 2002 കൂടുതൽ പരിശീലനത്തിനായി നീമോ 2 മിഷനിൽ അവളെ ചേർത്തു. സമുദ്ര അടിത്തട്ടിൽ ചെന്ന് ആവാസ വ്യവസ്ഥയെ കൂടുതൽ പഠിക്കുക എന്നതായിരുന്നു ദൗത്യം. 2006 ഡിസംബർ 9 ഒരു തണുത്ത രാത്രി. ഇരുണ്ട ആകാശത്ത് സൂര്യൻ അസ്തമിച്ചതിൻ്റെ കനൽ നിറം. നൂറുകണക്കിന് ശാസ്ത്രജ്ഞർ ലോഞ്ച് കൺട്രോൾ സെന്ററിൽ ഉടൻ നടക്കുന്ന ചരിത്രത്തേക്കായി കാത്തിരിക്കുന്നു. നാസാസ് സ്പേസ് ഷട്ടിൽ ഡിസ്കവറി STS-116 ഒരു വിശാലമായ റോക്കറ്റ് മണ്ണിൽ നിന്നും ഉയരാൻ തയ്യാറായിരിക്കുകയാണ്. അകത്താണ് ഒരു ശക്തിയേറിയ സ്വപ്നം. ഒരു സ്ത്രീ, സുനിത വില്യംസ്. 3, 2, 1 ഇഗ്നിഷൻ ബൂം. റോക്കറ്റിന്റെ ഭീമൻ എഞ്ചിനുകൾ ഭൂമിയെ പിളർക്കുന്ന പോലെ കരഞ്ഞു. ഡിസ്കവറി അതിൻ്റെ നിലയിൽ നിന്നും അകന്നു. അഗ്നിജ്വാലയുടെ ഉരുണ്ട മേഘത്തിൽ നിന്നും ഒരു പകല് പോലെ തിളങ്ങി. ആദ്യത്തെ 2 മിനിറ്റുകൾ ഏറ്റവും ഭീകരമായതായിരുന്നു. സുനിത സ്ട്രാപ്പ് ടൈറ്റ്. ഗ്രാവിറ്റിയുടെ അടുപ്പം. ശരീരം ഒരു ഭീമൻ കല്ലുപോലെ ചുറ്റപ്പെട്ടു. ബ്രൂം. സൗണ്ട് ബാരിയർ തകർന്ന് ആകാശത്തിന്റെ അതിരുകൾ കടന്ന്. ബൂസ്റ്റർ സെപ്പറേഷൻ കൺഫേംഡ്. ഒരു കനൽ നിറമുള്ള അഗ്നിജ്വാല. റോക്കറ്റിന്റെ ബൂസ്റ്ററുകൾ അകന്നു. കമാൻഡർ, വി ആർ ഇൻ ഓർബിറ്റ്. ഭൂമിയുടെ ആകൃതി മാറി. ചുറ്റുമുള്ള മേഘക്കട്ടകൾ. ഡിസ്കവറി വേഗത കുറച്ചപ്പോൾ
ലക്ഷ്യം ISS ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. 2 ദിവസം കഴിഞ്ഞ് ഡോക്കിംഗ് കൺഫേംഡ്. ഭൂമിയിൽ നിന്നും 400 കിലോമീറ്റർ ഉയരത്തിൽ സുനിത വില്യംസ് ISSലെ പ്രവേശന കവാടം തുറന്നു. ഹ്യൂസ്റ്റൺ, ദിസ് ഈസ് സുനിത. യു ഷുഡ് സീ ദ എർത്ത് ഫ്രം ഹിയർ. ഇറ്റ്സ് ബ്രെത്ത് ടേക്കിംഗ്. ഹ്യൂസ്റ്റൺ, ഞാൻ സുനിത. ഇവിടെ നിന്ന് ഭൂമി അത്യന്തം മനോഹരമാണ്. 2007 ജനുവരി 31 പരീക്ഷണ ബഹിരാകാശ നടത്തം. പിന്നീട് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ അസംബ്ലി മെയിൻ്റനൻസ് എന്നതിൻ്റെ ഭാഗമായി 3 തവണ വീണ്ടും സ്പേസ് വാക്ക് ചെയ്തു. അങ്ങനെ 32 മണിക്കൂറും 36 മിനിറ്റും അവൾ സ്പേസിലൂടെ നടന്നു. ഏപ്രിൽ 16, 2007 നാട്ടിൽ ബോസ്റ്റൺ മാരത്തോൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുനിത വില്യംസിനാകട്ടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തേ തീരൂ. ISSൽ നിന്നും ട്രെഡ്മിൽ ഉപയോഗിച്ച് 4 മണിക്കൂറും 24 മിനിറ്റും ഓടി പങ്കെടുത്തു. ബോസ്റ്റൺ മാരത്തൺ ഫ്രം ISS എന്ന ബഹുമതിയും കരസ്ഥമാക്കി. STS 117 മിഷനിലും അവൾ പങ്കാളിയായി. പിന്നീട് 2007 ജൂൺ 22 ഭൂമിയിലോട്ട് തിരിച്ചു. അങ്ങനെ ബഹിരാകാശത്ത് 195 ദിവസം ചിലവഴിച്ച ആദ്യ വനിത എന്ന റെക്കോർഡ് സുനിത വില്യംസ് കരസ്ഥമാക്കി. ഇതേ വർഷം അവളുടെ ഹോംലാൻഡ് ആയ ഇന്ത്യയിലെ ഗുജറാത്ത് സന്ദർശനം നടത്തിയപ്പോൾ അവൾക്ക് സർദാർ വല്ലഭായ് പട്ടേൽ വിശ്വപ്രതിഭ അവാർഡും ലഭിച്ചു. 2012 ജൂലൈ 14 നാസ പുതിയ മിഷനിലും അവളുടെ പേര് ചേർത്തു. ഫ്ലൈറ്റ് എഞ്ചിനീയേഴ്സ് ഫോർ എക്സ്പെഡിഷൻ 32 ആൻഡ് കമാൻഡർ ഫോർ എക്സ്പെഡിഷൻ 33. ഈ പ്രാവശ്യം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ ഒരു കേടുവന്ന ക്യാമറ നേരാക്കാനായി അവൾ സ്പേസ് വാക്ക് നടത്തി. മുന്നേ 4 സ്പേസ് വാക്ക് നടത്തിയ സുനിത വില്യംസ് പുതിയതായി 3 സ്പേസ് വാക്ക് കൂടി നടത്തി. ടോട്ടൽ 7 സ്പേസ് വാക്കാണ് ഇപ്രാവശ്യം അച്ചീവ് ചെയ്തിട്ടുള്ളത്. 50 മണിക്കൂറും 40 മിനിറ്റും സ്പേസിൽ നടന്ന് ചിലവഴിച്ചു. ജൂലൈ 15 നാസ അനൗൺസ്ഡ് വൺ ഓഫ് ദ ഫസ്റ്റ് ആസ്ട്രോണറ്റ്സ് ഫോർ കൺട്രോളിംഗ് US കൊമേഴ്ഷ്യൽ സ്പേസ് ഫ്ലൈറ്റ്സ്. വേറെ ആരുമല്ല, സുനിത വില്യംസിനെ തന്നെ. അവളങ്ങനെ ബോയിങ്ങിലും സ്പേസ് എക്സിലും അവളുടെ ജോലി തുടർന്നു. ഓഗസ്റ്റ് 2018 സ്റ്റാർലൈനർ 1 എന്ന നാസ ക്യാപ്സ്യൂളിൻ്റെ ഓപ്പറേഷനിൽ സുനിത വില്യംസും പങ്കെടുത്തു. ഏകദേശം 6ലധികം ആസ്ട്രോണറ്റ്സിനെ വഹിക്കാൻ പറ്റുന്ന ഒരു പേടകം തന്നെയാണ് സ്റ്റാർലൈനർ 1 എന്ന ഈ ക്യാപ്സ്യൂൾ. മറ്റുള്ള ക്യാപ്സ്യൂളുകളെ പോലെ വൺ ടൈം യൂസ് ആയിട്ടല്ല ഈ ക്യാപ്സ്യൂൾ നിർമ്മിച്ചിട്ടുള്ളത്. ഏകദേശം 10 തവണയെങ്കിലും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാപ്സ്യൂളാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. സ്റ്റാർലൈനർ 1 2024 ജൂൺ 5 ലോഞ്ച് ചെയ്തപ്പോൾ അതിൻ്റെ പൈലറ്റ് ആയിരുന്നതും സുനിത വില്യംസ് തന്നെയാണ്. ദ ഫസ്റ്റ് വുമൻ ടു ഫ്ലൈ ഓൺ എ ഫ്ലൈറ്റ് ടെസ്റ്റ് ഓഫ് എൻ ഓർബിറ്റൽ സ്പേസ് ക്രാഫ്റ്റ്. 8 ദിവസത്തെ മിഷൻ ആയിരുന്നു. പക്ഷേ സ്റ്റാർലൈൻ 1 ക്യാപ്സ്യൂളിൻ്റെ ഹീലിയം ലീക്കേജ് അതുപോലെ പ്രൊപ്പൽഷൻ സിസ്റ്റം മാൽഫങ്ഷൻ കാരണം നാസയ്ക്ക് സുനിത വില്യംസിനെയും വിൽമോറിനെയും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഏകദേശം 8 മാസത്തോളം നിർത്തേണ്ടി വന്നു. തൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസും മനോധൈര്യവും കൈവിടാതെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ തിരിച്ചുവരവിനായി കാത്തിരുന്നു. അതിനിടയിൽ 2 സ്പേസ് വാക്കും നടത്തി 62 ഹവേഴ്സും 6 മിനിറ്റും സ്പേസ് വാക്ക് നടത്തിയ ആദ്യ വനിത എന്ന ബഹുമതിയും കരസ്ഥമാക്കി. മാർച്ച് 2025 അവൾ വീണ്ടും ഭൂമിയിലോട്ട് സ്പേസ് എക്സ് ക്രൂ 9 സഹായത്തോടെ തിരികെ എത്തി. ജ്വലിക്കുന്ന ഹൃദയവുമായി സുനിത വില്യംസ് ഇനിയും മുന്നോട്ട്. സ്വപ്നങ്ങൾ കാണുക, അവയ്ക്കായി പോരാടുക, ഒരിക്കലും നിങ്ങളുടെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കാതിരിക്കുക. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് അടിക്കുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതുവരെ I am going to signing off. This is your friend Fasi Muhammad.